Hi all, welcome to Competitive Cracker. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് HSIയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം HSIയുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സിലബസ് ആണെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും നിങ്ങളെല്ലാവരും. ആ വലിയൊരു സിലബസിനെ എങ്ങനെ കവർ ചെയ്ത് എങ്ങനെ HSI ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യനിലിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളെല്ലാവരും എന്നുള്ളത്. എന്നാൽ ഈ ഒരു സിലബസിനെ നമുക്കൊരു വെൽ സ്ട്രക്ചേർഡ് പ്ലാനോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സിലബസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൺസൈസ് ആയിട്ടുള്ള സിലബസ് ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാടുകൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HSIയിൽ കൂടുതൽ വലിയ റാങ്കുകളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലേക്ക് നമുക്ക് എക്സാംസിനെ ക്രാക്ക് ചെയ്യുവാനും എക്സാംസിൽ നമുക്ക് സ്കോർ ചെയ്യാനും റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് മാറുവാനും സാധിക്കും. അതെങ്ങനെ പറ്റും എന്ന് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? സിലബസിനെ നോക്കി അനലൈസ് ചെയ്തുകൊണ്ട് സിലബസിന്റെ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ സിലബസിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 150-ലധികം റാങ്കുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ. കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ HSI ബാച്ച് വളരെ സ്ട്രക്ചേർഡും വെൽ മെയിൻറ്റൈൻഡുമായിട്ടുള്ള പ്ലാനിലൂടെ നിങ്ങളെ HSI എന്ന് പറയുന്ന വലിയ കടമ്പ ചാടിക്കടക്കുവാൻ സഹായിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് സിലബസിലേക്ക് കടക്കാം. HSIയുടെ സിലബസ് 2 പാർട്ടാണുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർട്ട് ബി യെ പറ്റിയാണ്. പാർട്ട് എ ജനറൽ ഹിസ്റ്ററി ഭാഗങ്ങളാണ്. പാർട്ട് ബി സബ്ജക്റ്റ് വിഭാഗമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് വിഭാഗത്തെ പറ്റിയാണ്. സബ്ജക്റ്റ് വിഭാഗത്തിൽ ഏതൊക്കെ പാർട്ടുകളുണ്ട്, ഏതൊക്കെ മൊഡ്യൂളുകളുണ്ട്, മൊഡ്യൂളുകളിൽ ഏതൊക്കെ ടോപ്പിക്കുകളുണ്ട്, ഇതിൻ്റെ പ്രസക്തി എന്തൊക്കെ, ഇത് നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇത്രയും വലിയ സിലബസ് മനസ്സിലാക്കി മുമ്പിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഉന്നത റാങ്കുകളിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് പോസ്റ്റിങ്ങിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെ നമുക്ക് ഉന്നത റാങ്കുകളിലേക്ക് ഇത്രയും വലിയ സിലബസിനെ ഏറ്റവും പെട്ടെന്ന് കവറപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വരാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള പോയട്രിയിലേക്ക് കിടക്കാം. അറിയാം, പോയട്രിയിൽ നമുക്ക് നോക്കിയാൽ കാണാം ഷേക്സ്പിയർ, ഡണ്ണ്, മിൽട്ടൺ, ഗ്രേ, വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ടെനിസൺ, ബ്രൗണിംഗ്, ആർണൾഡ്, ഈറ്റ്സ്, സിൽവിയ പ്ലാത്ത്, ടാഗോർ, ഇസക്കിയൽ, കമലാദാസ്, A.K. രാമാനുജൻ, റോബർട്ട് ഫ്രോസ്റ്റ്, ഡിക്കിൻസൺ, വോലെസ്വയിങ്ക, വീന അലക്സാണ്ടർ, മാർഗരറ്റ് ആറ്റ്വുഡ്, ഡേവിഡ് ഡിയോപ്പ്, ജാക്ക് ഡേവിസ്, ഇത്രയും പേരുടെ സ്പെസിഫിക് പോയംസ് മാത്രമാണ് നമുക്ക് എവിടെ തന്നിട്ടുള്ളത്? നമുക്ക് മൊഡ്യൂൾ 1 പോയട്രിയിൽ തന്നിട്ടുള്ളത്. സോണറ്റ് 121 തുടങ്ങി അബോറിജിനൽ ഓസ്ട്രേലിയ വരെ എല്ലാ തരം പോയട്രികളിൽ നിന്നും നമുക്ക് കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പോയംസ് ആണ് നമുക്ക് സിലബസിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഷേക്സ്പിയറിയൻ സോണറ്റ് ഉണ്ട്, പെട്രാർക്കിയൻ സോണറ്റ് ഉണ്ട്, റൊമാൻറ്റിക് പീരീഡ് ഉണ്ട്, വിക്ടോറിയൻ പീരീഡ് ഉണ്ട്, മോഡേൺ പീരീഡ് ഉണ്ട്, ഫെമിനിസ്റ്റ് പോയംസ് ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയംസ് ഉണ്ട്, പോസ്റ്റ് കൊളോണിയൽ പോയംസ് ഉണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോയട്രി കളക്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ നമുക്ക് പോയത്തിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ദേ ആർ നോട്ട് ജസ്റ്റ് റാൻഡം പോയംസ്, ദേ ആർ പോയംസ് ഫ്രം സ്പെസിഫിക് ടൈം പീരിയഡ്സ് ആൻഡ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് പോയംസ്. നമ്മൾ പറഞ്ഞു വിക്ടോറിയൻ പോയട്രി ഉണ്ട്. നമുക്കറിയാം ആരെയാണ്? ലോവർ ബീച്ച് ബൈ മാത്യു ആർണൾഡ് ഒരു വിക്ടോറിയൻ പോയമാണ്. W.B. ഈച്ചിന്റെ എ പ്രയർ ഫോർ മൈ ഡോട്ടർ എന്താണ്? ഒരു മോഡേൺ പോയമാണ്. സിൽവിയ പ്ലാത്തിന്റെ ഡാഡി ഒരു മോഡേൺ പോയമാണ്. A.K. രാമാനുജൻ ആയിക്കൊള്ളട്ടെ, കമലദാസ് ആയിക്കൊള്ളട്ടെ, ടാഗോർ ആയിക്കൊള്ളട്ടെ, നിസീം എസക്കിയൽ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിലുള്ളതാണ്. അബോറിജിനൽ ഓസ്ട്രേലിയ, മീന അലക്സാണ്ടറിന്റെ വർക്ക്സ്, ഇതെല്ലാം എന്താണ്? പോസ്റ്റ് കൊളോണിയൽ നേച്ചറിലുള്ളതാണ്. ഷേക്സ്പിയറിന്റെ സോണറ്റ് 121 എന്താണ്? ഷേക്സ്പിയറിയൻ ലിറ്ററേച്ചർ, ആ കാലഘട്ടത്തെ പോയറ്റ്സിനെ കാണിക്കുന്നു. മിൽട്ടന്റെ പ്യൂരിറ്റൻ ഏജിലുള്ള വർക്കിനെ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഉള്ള വർക്കിനെ നമുക്ക് ആ കാലഘട്ടത്തിലെ വർക്കുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ്? ട്രാൻസിഷൻ, നിയോ ക്ലാസിസത്തിൽ നിന്ന് റൊമാൻറ്റിസിസത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്തിട്ടുള്ള തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് പോലെയുള്ള പോയംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്തിനെയും ഷെല്ലിയെയും നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? ഈ പോയത്തിന്റെ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ഓരോ ടൈം പീരിയഡ്സ് ആണ്. They are poems from each time periods and of different types of poetry, different groups of poetry എന്നുള്ളതാണ്. ഇവരെല്ലാം എന്താണ്? ഓരോ കാലഘട്ടത്തിന്റെ ഓരോ തീമിന്റെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന്
അളക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സിലബസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓബ്വിയസ്ലി ഒരു ടൈം പീരീഡ് ആയി കഴിയുമ്പോഴത്തേക്കിനും എന്താണ്, ലെറ്റ്സ് ടേക്ക് റൊമാൻറ്റിക് പീരീഡ്. വേർഡ്സ്വർത്തിന്റെ ടിൻറ്റൺ ആബി എന്ന് പറയുന്ന പോയം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വേർഡ്സ്വർത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, വേർഡ്സ്വർത്തിന്റെ കണ്ടംപററീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ടിൻറ്റൺ ആബി എഴുതിയ ഏരിയയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഇതിന്റെ തീംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, റൊമാൻറ്റിക് ഏജിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു എന്താണ് പോയത്തിൽ നിന്നും ഈ പോയത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പോയട്രി വിഭാഗത്തിൽ എന്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എത്തുന്നത്? ടൈം പീരിയഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദീസ് പോംസ് ആർ സെലക്റ്റഡ്. അങ്ങനെയുള്ള ഒരു അനാലിസിസിന് വേണ്ടി, അങ്ങനെയുള്ള ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് ഇത്ര പോയംസ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എപ്പോഴും എന്താണ്, മോസ്റ്റ് പ്രോബബ്ലി 80% ഓഫ് ദ ടൈം നമുക്ക് ഈ എന്താണ് വർക്കുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഈ ഓതേഴ്സിനെ പറ്റിയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ വരുന്നതിലുപരി ഇവരുടെ കാലഘട്ടത്തിനെ പറ്റിയും ഇവരുടെ കണ്ടംപററീസിനെ പറ്റിയും ഇവരുടെ റൈറ്റിംഗ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരുവാനുള്ള സാധ്യത നമുക്ക് എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇനി നമ്മൾ പോയട്രി കഴിഞ്ഞ് നമ്മൾ ഡ്രാമയിലേക്ക് വരുമ്പോൾ ഡ്രാമയിലും ഇതേ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കിയേ, ഷേക്സ്പിയറിന്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്കായിട്ടുള്ള മാക്ബത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഓസ്കാർ വൈൽഡിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് പഠിക്കാനുണ്ട്. ഷോയുടെ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ഉണ്ട്. ഗിരീഷ് കാർണാഡിന്റെ നാഗമണ്ഡലമുണ്ട്. ഇതെല്ലാം നമുക്ക് നോക്കിയാൽ എന്ത് മനസ്സിലാക്കാം? ഇതും ഈ നമ്മൾ പോയത്തിൽ കണ്ടിട്ടുള്ള അതേ എന്താണ് ഡിവിഷനാണ്, ടോപ്പിക് ഡിവിഷനാണ്. ഓരോ ഏരിയാസിൽ നിന്നുള്ള വർക്കാണ്. ഷേക്സ്പീരിയൻ ഡ്രാമ അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ ട്രാജഡി ആയിട്ടുള്ള മാക്ബത്ത് ഉണ്ട്. ഓസ്കാർ വൈൽഡിന്റെ എന്താണ് ലേറ്റ് വിക്ടോറിയൻ ക്രിട്ടിക് ആയിട്ടുള്ള ഡ്രാമ പ്ലേ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് ഉണ്ട്. സാമുവൽ ബെക്കറ്റിന്റെ മോഡേണിസത്തിന്റെ എന്താണ് അബ്സേർഡ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നുള്ള വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ഉണ്ട്. പിഗ്മാലിയൻ ഉണ്ട്. മോഡേൺ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സ്കൂൾ ഓഫ് അബ്സേർഡ് ഡ്രാമ അല്ലെങ്കിൽ അബ്സേർഡ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗിരീഷ് കർണാടിന്റെ നഗമണ്ഡല പോലെയുള്ള ഡ്രാമയും നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ ഒരു ഡിവിഷൻ തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻ? ടൈം പീരീഡ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻ, ടോപ്പിക്സിന്റെ എന്താണ് ജാൻറയുടെ ടൈപ്പിലേക്കുള്ള ഡിവിഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴും നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ടൈം പീരീഡ്സിനെ ബന്ധിപ്പിച്ച് നമുക്കൊരു കാര്യം എടുത്ത് നോക്കാം. ലെറ്റ്സ് ടേക്ക് ദ തോട്ട് ഓഫ് വാട്ട് ഷേക്സ്പിയർ. വിച്ച് ടൈം പീരീഡ് ഡിഡ് ഷേക്സ്പിയർ ബിലോങ് ടു? ഷേക്സ്പിയർ ബിലോങ് ടു എലിസബത്തീൻ പീരീഡ്. ആൻഡ് വാട്ട് ഈസ് മാക്ബത്ത്? മാക്ബത്ത് ഈസ് എ ട്രാജഡി. മാക്ബത്തിലെ ക്യാരക്ടേഴ്സിനെ പറ്റി ചോദിക്കാം. മാക്ബത്തിലെ എന്താണ് ട്രാജിക് ഫ്ലോയെ പറ്റി ചോദിക്കാം. മാക്ബത്ത് പോലെയുള്ള മറ്റു വർക്കുകളെ പറ്റി ചോദിക്കാം. മറ്റു വർക്കുകളും ഷേക്സ്പിയർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി ചോദിക്കാം. പിന്നെ ഷേക്സ്പിയർ ചോദിക്കുമ്പോൾ ഹാംലെറ്റിനെ പറ്റി ചോദിക്കാം. അങ്ങനെ ഈ രണ്ട് ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എവിടെ? HSID എക്സാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്നത് മോഡേൺ എന്താണ് ഡ്രാമകളിൽ അബ്സേർഡ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ വൺ ഓഫ് ദ മോസ്റ്റ് കീ പോയിന്റ്സ് ആയിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു എലമെന്റ് ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. വെയിറ്റിംഗ് ഫോർ ഗോദോത്തിലൂടെ നമുക്ക് എന്തിലേക്ക് എത്താം? മോഡേണിസത്തിലെ ചുറ്റിപ്പറ്റിയുള്ള ഇതിന്റെ കാലഘട്ടത്തിനെ പറ്റിയിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളും കൂടെ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം? എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗിരീഷ് കർണാട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്താണ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് ഇവിടെ ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഡ്രാമയുടെ. പ്രോസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എസ്സേയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ബേക്കൺ സ്റ്റൈൽ ഓഫ് എസ്സൈസ് എന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് മുതൽ എമിലി ബ്രോണ്ടയുടെ വുദറിംഗ് ഹൈറ്റ്സ്, ആനിമൽ ഫാം ജോർജ് ഓർവെലിന്റെ, ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, എന്താണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റേ, ടോണി മോറിസന്റെ ബ്ലൂ എസ്റ്റൈ, ഇങ്ങനെയുള്ള ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷസ് പ്രോസുകൾ നമുക്കിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ പ്രോസ് ആൻഡ് ഫിക്ഷൻസിലൂടെ നമുക്ക് ഇതേ സ്ട്രക്ചർ അല്ലെങ്കിൽ തന്നെയും പ്രോസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോസിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിലബസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും ഈ വേഴ്സിറ്റാലിറ്റി ഇവിടെ നമുക്കുണ്ട്.
സിലബസിലുണ്ട്. ഈ സിലബസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വുതറിംഗ് ഹൈറ്റ്സ് ഏതാണ്? വിക്ടോറിയൻ പീരീഡിലുള്ളതാണ്. ഓൾഡ് മാൻ ആൻഡ് ദ സീ അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നുള്ളതാണ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. ഓഫ് സ്റ്റഡീസ് എന്താണ്? ഒരു നോൺ ഫിക്ഷൻ വർക്കാണ്. ആൻഡ് ആനിമൽ ഫാം എന്താണ്? ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം, ആനിമൽ ഇമേജറിയും സിംബലിസവും നിറഞ്ഞ ഒരു വർക്കാണ്. ഇതെല്ലാം എന്താണ്? ഗ്രേറ്റ്ലി അക്ലൈംഡ് ആണ്. ആൻഡ് ദേ ആർ ഇമേജസ് ആൻഡ് റിഫ്ലക്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് സ്പെസിഫിക് ടൈം പീരീഡ്സ് ആൻഡ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് വർക്ക്സ്. ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് തന്നെയാണ് എവിടെയുള്ളത്? പ്രോസ് ആൻഡ് ഫിക്ഷൻസ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും, ഈ ടോപ്പിക്സ് എല്ലാം തന്നെ എന്താണ് ചെയ്യുന്നത്? ഓരോ ടൈം പീരീഡിനെ അല്ലെങ്കിൽ ഓരോ ജോണറിനെ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ സെന്റഡ് ആയിട്ട് ലെറ്റ്സ് ടേക്ക് ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസിനെ പറ്റി സെന്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? അവിടെ ഓഫ് സ്റ്റഡീസിനെ പറ്റിയുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഓഫ് സ്റ്റഡീസിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫ്രാൻസിസ് ബേക്കണിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ബേക്കന്റെ സ്റ്റൈലിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബേക്കന്റെ കണ്ടംപററീസിനെ, ബേക്കന്റെ എസ്സൈസ്, മറ്റ് എസ്സൈസിനെ പറ്റിയുള്ള കണക്ഷൻസ്, ഓഫ് സ്റ്റഡീസിന്റെ കൂടെയുള്ള മറ്റ് എസ്സൈസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം, ഈ സിലബസിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതെല്ലാം നമുക്ക് കവർ ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെല്ലാത്തിനും നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സിലബസ് മുമ്പിലുണ്ട്, നമുക്ക് ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ജസ്റ്റ് ഫ്രാൻസിസ് ബേക്കറിനെ നമ്മൾ എടുത്തു. ഫ്രാൻസിസ് ബേക്കറിനെ പറ്റി നമ്മൾ കുറച്ച് വായിച്ച് നോക്കി, ഓഫ് സ്റ്റഡീസിനെ പറ്റി കുറച്ച് വായിച്ച് നോക്കി, ഓഫ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് എസ്സേസ് നമ്മൾ വായിച്ച് നോക്കി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സമഗ്രമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിന് നമുക്ക് എന്ത് വേണം? ഇൻ ഡെപ്ത് ടെക്സ്റ്റുവൽ സ്റ്റഡി നമുക്ക് വേണം. അങ്ങനെ നമ്മളിവിടെ CC-യിൽ എന്ത് നൽകുന്നുണ്ട്? ഇൻ ഡെപ്ത് ടെക്സ്റ്റുവൽ സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് CC ഇവിടെ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. CC-യുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം പിൻഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി പ്ലാനിങ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൂടുതൽ കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായകരമാകുന്ന വാട്സാപ്പ് ചാനലുകളിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ HSI യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ പ്രോസ് ആൻഡ് ഫിക്ഷൻസ് അങ്ങനെ നമ്മൾ തീർത്തു. ഇനി അടുത്തത് ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് Indian literary criticism, Resa, Dwani, and going to the classics, Aristotle, Poetics, and Preface to Lyrical Ballads. Preface to Lyrical Ballads-ലാണ് എന്തുള്ളത്? റൊമാൻറ്റിസിസത്തെ പറ്റിയുള്ള ഡെഫിനിഷൻ ഉള്ളത്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. എന്താണ്? കോളറിഡ്ജിന്റെ ബയോഗ്രഫിയ ലിറ്ററാറിയ ചാപ്റ്റർ 14, ആർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയട്രി, എലിയറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ്, സൊഷൂറിന്റെ നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സയൻസ്, ഷോ ആൾട്ടർനേറ്റ് ടുവേർഡ്സ് ഓഫ് ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. എന്താണ് ഇത്? കണ്ടോ, മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ലിറ്ററി ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ലിറ്ററി തിയറിസ്റ്റുകളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു രത്ന ചുരുക്കമായിട്ടാണ് ഇവിടത്തെ നമുക്ക് സിലബസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഇന്ത്യൻ എസ്തെറ്റിക്സ് ഉണ്ട്, ക്ലാസിക്കൽ എസ്തെറ്റിക്സ് ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, ആൻഡ് ആർണോൾഡിന്റെ ലിറ്ററി ക്രിറ്റിസിസം ഉണ്ട്, എലിയറ്റിന്റെ ലിറ്ററി ക്രിറ്റിസിസം ഉണ്ട്, മോഡേൺ ക്രിറ്റിസിസം ഉണ്ട്, സൊഷൂറിന്റെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ഉണ്ട്, ആൻഡ് ഷോ ആൾട്ടറിന്റെ ഫെമിനിസ്റ്റ് സ്റ്റഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്ററി ക്രിട്ടിക്കൽ തിയറീസ് അല്ലെങ്കിൽ ലിറ്ററി ക്രിറ്റിസിസത്തിന്റെ തിയറീസുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികള്, ഏരിയാസ് എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു സിലബസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈവൻ ദോ ദേ ആർ ഗിവിംഗ് സ്പെസിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് topics and people and works in the syllabus, they are also a symbol to അല്ലെങ്കിൽ അതെല്ലാം ഒരു ലീഡാണ്. എന്തിലേക്കുള്ള? അവരെ ചുറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു ലീഡാണ് നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മൂവിങ് ഓൺ ടു ലിംഗ്വിസ്റ്റിക്സിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കൂടുതൽ ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻസ്. ലിറ്ററേച്ചർ പോലെ അത്ര വൈഡ് അല്ല ലിംഗ്വിസ്റ്റിക്സ്. ദേ ആർ ഓൺ പോയിന്റ് ആൻഡ് സ്ട്രക്ചേർഡ് ആൻഡ് ഓൺലി കട്ട് ആൻഡ് റൈറ്റ് ആൻസറുകൾ മാത്രമുള്ള ഒരു സെഗ്മെന്റ് ആണ് ലിംഗ്വിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള
ലിംഗ്വിസ്റ്റിക് ഫോണറ്റിക് ആൻഡ് ലാംഗ്വേജ് ഹിസ്റ്ററിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫോണോളജി, സൗണ്ട് സ്റ്റഡി ഓഫ് സൗണ്ട്സ്, മോർഫോളജി, സ്റ്റഡി ഓഫ് വേർഡ് സ്ട്രക്ചേഴ്സ്, സ്റ്റഡി ഓഫ് സെന്റൻസ് സ്ട്രക്ചേഴ്സ്, സെൻടാക്സ്, മീനിങ്, സെമാൻറ്റിക്സ്, ലാംഗ്, പാരോള്, പിന്നെ ഓർഗൻസ് ഓഫ് സ്പീച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്, സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സിനെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? മൊഡ്യൂൾ 5 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? ഫോണോളജി ഉണ്ട്, സൗണ്ട്സിനെ പറ്റിയുള്ളത്, മോർഫോളജി ഉണ്ട്, വേർഡ് സ്ട്രക്ചറിനെ പറ്റിയുള്ളത്, സിൻടാക്സ്, സെന്റൻസ് സ്ട്രക്ചറിനെ പറ്റിയുള്ളത്, സെമാൻറ്റിക്സ്, മീനിങ്ങിനെ പറ്റിയുള്ളത്, ലാങ് ആൻഡ് പെറോള്, കമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഫെർഡിനാൻഡ് ഡി സോഷൂറിന്റെ ലാങ് ആൻഡ് പെറോള്, കോണ്ടെക്സ്റ്റ്, പിന്നെ ഓർഗൻസ് ഓഫ് സ്പീച്ച്. നമുക്കറിയാം ഏതൊക്കെ ഓറൽ ഓർഗൻസ് ആണ് സ്പീച്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ സ്പീച്ച് സൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻസ്, വൊവൽസ്, കൺസണൻസ്, പിന്നെ സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ, ആക്സെന്റിനെ പറ്റിയുള്ള പഠനങ്ങൾ, ട്രാൻസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് ഫോണറ്റിക്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് വേർഡ്സിനായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുന്നത്, പിന്നെ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, എങ്ങനെയാണ് പ്രോട്ടോ ഇൻഡോ ജർമാനിക് ലാംഗ്വേജ് ലൈനിന്റെ ചലനം, അവിടെ ഉണ്ടായിരിക്കുന്ന ഗ്രേറ്റ് വവൽ ഷിഫ്റ്റുകളായിട്ടുള്ള ഗ്രിംസ് ലോ, വേർണേഴ്സ് ലോ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളും. പിന്നെ ലോൺ വേർഡ്സ്, എറ്റിമോളജി, വേർഡ് ഫോർമേഷൻ ടെക്നിക്സുകൾ, ലോൺ വേർഡുകൾ, പോർട്ട്മാൻറ്റു വേർഡുകൾ, സഫിക്സ്, പ്രീഫിക്സ്, അങ്ങനെയുള്ള വേർഡ് ഫോർമേഷൻ ടെക്നിക്കുകൾ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംഗ്ലീഷുകൾ, അമേരിക്കൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ആഫ്രിക്കൻ ഇംഗ്ലീഷ് പോലെയുള്ള പോസ്റ്റ് കൊളോണിയൽ എഫക്റ്റോട് കൂടി ഡീവിയേറ്റഡ് ആയിട്ട് സ്പ്രെഡ് ആയിട്ട് വളർന്നിട്ടുള്ള ബ്രാഞ്ച് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിന്റെ സെക്ടേഴ്സ്, അതായത് നമുക്ക് മൊഡ്യൂൾ 5 കാണാൻ സാധിക്കും. പിന്നെ മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് കമ്മിങ് ഇൻ ടു ദ ലേറ്റസ്റ്റ് ഫോം ഓഫ് ഇംഗ്ലീഷ് ദാറ്റ് ഈസ് വൈഡ്ലി യൂസ്, ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് വാട്ട് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്ന എലമെന്റ്സ് സെന്റൻസ് കറക്ഷൻസ്, വൊക്കാബുലറി, വേർഡ്സ്, ഗ്രാമർ മിസ്റ്റേക്സ്, സെന്റൻസ് കറക്ഷൻസ്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ്, വേർഡ് ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടിട്ടുള്ള ഗ്രാമർ സൈഡ് ഓഫ് ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇഡിയംസ് അവിടെ ഉണ്ട്, പാസേജ്, റീഡിങ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസറിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആൻഡ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി ലാംഗ്വേജിന്റെ ഫങ്ഷൻസ്, പിന്നെ എഗ്രിമെന്റ്, അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നു? മൊഡ്യൂൾ 6 നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 7, ബേസിക് ഗ്രാമർ, ആർട്ടിക്കിൾ എന്താണ്, പ്രപ്പോസിഷൻ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആ ആർട്ടിക്കിൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള നമ്മളുടെ സമഗ്രമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന HSI ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടെൻസുകൾ, ഫ്രേസൽ വെർബുകൾ, കൺജങ്ഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഒരു കോൺവെർസേഷനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇതിന്റെ മെത്തേഡ്സ്, ടെക്നിക്സ്, എങ്ങനെ നമുക്ക് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ നമുക്ക് എത്രത്തോളം പ്രാപ്തി ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. വോയിസ്, പാസീവ് വോയിസ് ആണോ, ആക്റ്റീവ് വോയിസ് ആണോ, ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസിനെ നമ്മൾ എങ്ങനെ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ എല്ലാത്തിനെയും സമഗ്രമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എവിടുന്ന് പ്രതീക്ഷിക്കാം? മൊഡ്യൂൾ 7 ബേസിക് ഗ്രാമറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് മൊഡ്യൂൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്, പെഡഗോജി, ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇത് നമുക്ക് ഒരിക്കലും മാറ്റം വരാത്ത ടോപ്പിക്കുകളാണ് പെഡഗോജി. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടീച്ചിങ് മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എലമെന്റ്സും അതെത്രയാണ് നമുക്ക് ഇതിനിടയ്ക്ക് പുട്ടിനിടയിൽ തേങ്ങാപ്പീര എന്ന് പറയുന്നത് പോലെ ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്ക് നമുക്ക് ലിറ്ററേച്ചറിന്റെ ക്വസ്റ്റ്യൻസിൽ നിന്നും ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻസിൽ നിന്നും ഡ്രാമ പോസ് എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്കിൽ നിന്നും നമുക്ക് പെഡഗോജിയുടെ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതും നമുക്ക് സ്ട്രക്ചർഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉന്നത റാങ്കുകളിലേക്ക് എത്തിച്ചേരുവാനും നമ്മളുടെ HSI അധ്യാപകനാകുക എന്നുള്ള സ്വപ്നം കൈവരിക്കുവാനും സാധിക്കത്തുള്ളൂ. HSI 2025 ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സിലബസിനെ കീറി മുറിച്ചുകൊണ്ട് സിലബസിന്റെ എല്ലാ നൂലിഴകളും അനലൈസ് ചെയ്തുകൊണ്ട് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഡയറക്റ്റ് നൽകിക്കൊണ്ട് PYQ സെഷൻസ്, മോഡൽ എക്സാംസ്, ഫ്രീ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് HSI ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു HSI ബാച്ചാണ് 2025 ഏറ്റവും പുതിയ ബാച്ച്. നിങ്ങളുടെ HSI സ്വപ്നം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് CCയോടൊപ്പം HSI ബാച്ചിൽ
ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. താങ്ക്